ശാന്തി 12/6/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടി ലഭിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ അലഞ്ഞുതിരിയൽ അവസാനിച്ചു. നിങ്ങൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. ചോദ്യം: ദേവതമാരിൽ ഏതൊരു ശക്തിയുണ്ട്? ആ ശക്തി ഏത് വിശേഷത കാരണമാണ് ഉള്ളത്? ഉത്തരം: ദേവതമാരിൽ മുഴുവൻ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിക്കുന്നതിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി വിശേഷിച്ച് ഏകമതത്തിൻ്റെ വിശേഷത കാരണമാണുള്ളത്. അവിടെ ഏകമതം ഉള്ളത് കാരണം മന്ത്രിയോ മറ്റോ വയ്ക്കേണ്ട ആവശ്യമില്ല. ദേവതമാർ സംഗമത്തിൽ ബാബയിൽ നിന്നും 21 ജന്മത്തേക്ക് രാജ്യം ഭരിക്കാൻ കഴിയും വിധത്തിലുള്ള ശ്രീമത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ ഒരു രാജാവിൻ്റെ ഏക ദേവതാ ഫാമിലി ഉണ്ടായിരിക്കുന്നു. രണ്ടാമതൊരു മതം ഉണ്ടായിരിക്കുന്നില്ല. ഗീതം: നയനഹീനർക്ക് വഴി കാണിച്ചു തരൂ പ്രഭു. ഓം ശാന്തി. കുട്ടികൾക്ക് നയനം ലഭിച്ചിരിക്കുന്നു. മുൻപ് നയനം ഉണ്ടായിരുന്നില്ല. ഏത് നയനം? ജ്ഞാനത്തിൻ്റെ നയനം ഉണ്ടായിരുന്നില്ല. അജ്ഞാനത്തിൻ്റെ നയനം ഉണ്ടായിരുന്നു. കുട്ടികൾക്കറിയാം, ജ്ഞാനസാഗരം ഒരേ ഒരു ബാബയാണ്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാകുവാൻ, അതായത് ശാന്തിധാമിലേക്കും സുഖധാമിലേക്കും പോകുന്നതിന് വേണ്ടി ഉള്ള ആത്മീയ ജ്ഞാനം മറ്റാരിലുമില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ദൃഷ്ടി ലഭിച്ചിരിക്കുന്നു. എങ്ങനെ സുഖധാമം മാറി പിന്നീട് മായയുടെ രാജ്യവും ദുഃഖധാമവും ആകുന്നത് എന്ന്. നയനഹീനർക്ക് വഴി പറഞ്ഞു തരൂ എന്ന് വിളിക്കുവാൻ തുടങ്ങും. ഭക്തിമാർഗത്തിലെ യജ്ഞം, ദാനം, പുണ്യം തുടങ്ങിയവയിലൂടെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകുന്നതിനുള്ള യാതൊരു വഴിയും ലഭിക്കുന്നില്ല. ഓരോരുത്തർക്കും തൻ്റെ പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ബാബു പറയുന്നു, എനിക്കും പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഭക്തിമാർഗത്തിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു തരൂ എന്ന് വിളിക്കുന്നു. അതിനുവേണ്ടി എത്ര യജ്ഞം, തപം, ദാനപുണ്യം ആദിയാവ ചെയ്യുന്നു, എത്ര അലയുന്നു. ശാന്തിധാമത്തിലും സുഖധാമത്തിലും അലഞ്ഞുതിരിയൽ ഉണ്ടാകുന്നില്ല. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. അവരാകട്ടെ ശാസ്ത്രങ്ങളുടെ പഠനവും ഭൗതിക പഠനവും മാത്രമാണ് അറിയുന്നത്. ഈ ആത്മീയ അച്ഛനെ തീർത്തും അറിയുന്നതേയില്ല. സർവരുടെയും സദ്ഗതി ഉണ്ടാകേണ്ടതും പഴയ ലോകം മാറേണ്ടതുമായ സമയത്താണ് ആത്മീയ പിതാവ് വന്ന് ജ്ഞാനം നൽകുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. പിന്നെ മുഴുവൻ സൃഷ്ടിയിലും ഒരേ ഒരു ദേവീ ദേവതമാരുടെ രാജ്യം ഉണ്ടായിരിക്കുന്നു. അതിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതും ഭാരതവാസികൾ അറിയുന്നുണ്ട്. ആദി സനാതന ദേവീ ദേവതാ ധർമ്മം ഭാരതത്തിലാണ് ഉണ്ടായിരുന്നത്. ആ സമയം മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ സംഗമയുഗമാണ്. ബാക്കി എല്ലാവരും കലിയുഗത്തിലാണ്. നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇരിക്കുന്നു. ആരെല്ലാമാണോ ബാബയെ ഓർമ്മിക്കുന്നത്, ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്നത്, അവർ സംഗമയുഗത്തിലാണ്. ബാക്കിയുള്ളവർ കലിയുഗത്തിലാണ്. ഇപ്പോൾ ഏതെങ്കിലും സോബർണിറ്റിയോ കിങ്ഡമോ ഇല്ല. അതായത് പരമാധികാരമോ രാജധാനിയോ ഇല്ല. അനേകം മതങ്ങളിലൂടെ രാജ്യം നടക്കുന്നു. സത്യയുഗത്തിലാകട്ടെ ഒരു മഹാരാജാവിൻ്റെ മാത്രം മതമാണ് നടക്കുന്നത്. മന്ത്രിയും ഉണ്ടായിരിക്കുന്നില്ല. ഇത്രയും ശക്തി ഉണ്ടായിരിക്കുന്നു. പിന്നെ എപ്പോൾ പതീതമാകുന്നു അപ്പോൾ മന്ത്രിയാദിയായവരെ വെക്കുന്നു. കാരണം ആ ശക്തി ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോഴുള്ളത് പ്രജകളുടെ രാജ്യമാണ്. സത്യയുഗത്തിൽ ഏകമതം ആയിരിക്കുന്നതിലൂടെ ശക്തി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ആ ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. 21 ജന്മം ഇൻഡിപെൻഡൻ്റായി രാജ്യം ഭരിക്കുന്നു. തൻ്റെ തന്നെ ദേവതാ ഫാമിലിയാണ്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ഈശ്വരീയ പരിവാരമാണ്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈശ്വരീയ പരിവാരത്തിലേതാണ്.
ദേഹാഭിമാനത്തിൽ വന്ന് അഥവാ മറന്നു പോകുന്നുവെങ്കിൽ ആസുരീയ പരിവാരമാണ്. ഒരു സെക്കൻഡിൽ ഈശ്വരീയ പരിവാരത്തിലെയും പിന്നെ ഒരു സെക്കൻഡിൽ ആസുരീയ പരിവാരത്തിലേതുമാകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നത് എത്ര സഹജമാണ്. പക്ഷേ കുട്ടികൾക്ക് പ്രയാസം തോന്നുന്നു. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. ദേഹത്തിലൂടെ കർമ്മം ചെയ്യുക തന്നെ വേണം. ദേഹമില്ലാതെ നിങ്ങൾക്ക് കർമ്മം ചെയ്യുവാൻ സാധിക്കില്ല. പ്രയത്നിക്കണം. ജോലി കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ബാബയെ ഓർമ്മിക്കട്ടെ. പക്ഷേ ഇവിടെ ആകട്ടെ, കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ഓർമ്മിക്കുവാൻ സാധിക്കുന്നില്ല, മറന്നു പോകുന്നു. ഈ പ്രയത്നമുണ്ട്. ഭക്തിയിലാണെങ്കിൽ മുഴുവൻ ദിവസവും ഭക്തി ചെയ്തുകൊണ്ടിരിക്കൂ എന്ന് ആരും പറയുന്നില്ല. അതിൽ സമയമുണ്ട്. രാവിലെയും വൈകുന്നേരവും രാത്രിയും. പിന്നെ മന്ത്രങ്ങൾ ആദിയായ എന്തെല്ലാം ലഭിക്കുന്നുവോ അത് ബുദ്ധിയിലിരിക്കുന്നു. അനേകാനേകം ശാസ്ത്രങ്ങളുണ്ട്. അവ ഭക്തി മാർഗത്തിൽ പഠിക്കുന്നു. നിങ്ങൾക്കാകട്ടെ ഏതെങ്കിലും പുസ്തകമോ മറ്റോ പഠിക്കേണ്ടതില്ല, നിർമ്മിക്കേണ്ടതുമില്ല. ഈ മുരളി അച്ചടിക്കുന്നതും റിഫ്രഷ് ആകുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ യാതൊരു പുസ്തകങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. അവയെല്ലാം സമാപ്തമാക്കേണ്ടതുണ്ട്. ജ്ഞാനം ഉണ്ടായിരിക്കുന്നത് ഒരു ബാബയിലാണ്. ഇപ്പോൾ നോക്കൂ, ജ്ഞാന വിജ്ഞാന ഭവൻ എന്ന പേര് വെച്ചിട്ടുണ്ട്. അവിടെ യോഗവും ജ്ഞാനവും പഠിപ്പിക്കപ്പെടുന്നത് പോലെയാണ്. അർത്ഥമില്ലാതെ ഇങ്ങനെയൊക്കെ പേരുകൾ വയ്ക്കുന്നു. ജ്ഞാനം എന്താണ്, വിജ്ഞാനം എന്താണ്, യാതൊന്നും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും അറിയുന്നു. യോഗത്തിലൂടെ ഹെൽത്ത് ഉണ്ടാകുന്നു. അതിനെ വിജ്ഞാനം എന്ന് പറയുന്നു. പിന്നെ ഇത് ജ്ഞാനമാണ്. ഇതിൽ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും മനസ്സിലാക്കിച്ചു തരുന്നു. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെ റിപ്പീറ്റ് ആകുന്നു എന്നത് അറിയേണ്ടതാണ്. എന്നാൽ ആ പഠനം പരിധിയുള്ളതാണ്. ഇവിടെ ആകട്ടെ നിങ്ങൾക്ക് പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും ബുദ്ധിയിലുണ്ട്. നമ്മൾ എങ്ങനെ രാജ്യം നേടുന്നു, എത്ര സമയം എപ്പോൾ രാജ്യം ഭരിച്ചിരുന്നു, എങ്ങനെ രാജധാനി ലഭിച്ചു, ഈ കാര്യങ്ങൾ മറ്റാരുടെ ബുദ്ധിയിലും വരുന്നില്ല. ബാബ തന്നെയാണ് നോളജ്ഫുൾ. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു എന്നത് ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയെ അറിയാത്തത് കാരണം മനുഷ്യർ പറയുന്നു, ഇന്ന ആൾ നിർവാണത്തിൽ പോയി, അല്ലെങ്കിൽ ജ്യോതിയിൽ ലയിച്ചു എന്ന്. നിങ്ങൾക്കറിയാം, എല്ലാ മനുഷ്യരും ഈ സൃഷ്ടിചക്രത്തിൽ വരുന്നു. ഇതിൽ നിന്നും ഒരാൾക്ക് പോലും ഒഴിവാകാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മനുഷ്യന്റെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. എത്ര വലിയ ഡ്രാമയാണ്! എല്ലാവരിലും ആത്മാവുണ്ട്. ആ ആത്മാവിൽ അവിനാശി പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് എന്ന്. ഇപ്പോൾ ഡ്രാമ എന്ന് പറയുന്നു. തീർച്ചയായും അതിൻ്റെ ടൈമും ആവശ്യമാണ്. ബാബ പറയുന്നു, ഈ ഡ്രാമ 5000 വർഷത്തിൻ്റെതാണ്. ഡ്രാമ ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതാണ് എന്ന് ഭക്തി മാർഗത്തിലെ ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഈ സമയത്താണ് ബാബ വന്ന് സഹജ രാജയോഗം പഠിപ്പിച്ചിരുന്നത്. ഈ സമയത്തെക്കുറിച്ചുള്ള മഹിമയാണ് കൗരവർ ഘോര അന്ധകാരത്തിലായിരുന്നു എന്നും പാണ്ഡവർ പ്രകാശത്തിലായിരുന്നു എന്നും. കലിയുഗം ഇനിയും 40,000 വർഷമുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. ഭഗവാൻ വന്നിരിക്കുകയാണെന്നും ഈ പഴയ ലോകത്തിൻ്റെ മൃത്യു മുന്നിൽ നിൽക്കുകയാണ് എന്നും അവർക്ക് അറിയുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു. യുദ്ധം കാണുമ്പോൾ പറയുന്നു, ഇത് മഹാഭാരത യുദ്ധത്തിൻ്റെ അടയാളമാണ്. ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കും. പിന്നെ മുന്നോട്ട് പോകവേ സമാപ്തമാകും. ഇപ്പോൾ പൂർണ്ണമായും സ്ഥാപന ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. ബാബ സഹജ രാജയോഗം പഠിപ്പിച്ച് ഇവിടെ തന്നെ രാജധാനി സ്ഥാപനം ചെയ്തു എന്ന് ഗീതയിലില്ല. ഗീതയിൽ പ്രളയം കാണിച്ചിരിക്കുന്നു. മറ്റെല്ലാവരും മരിച്ചുവെന്നും ബാക്കി 5 പാണ്ഡവർ അവശേഷിച്ചു എന്നും കാണിക്കുന്നു. അവരും പർവ്വതങ്ങളിൽ പോയി ഉരുകി മരിച്ചു.
രാജയോഗത്തിലൂടെ എന്തുണ്ടായി? യാതൊന്നും അറിയില്ല. ബാബ ഓരോ കാര്യവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അത് പരിധിയുള്ള കാര്യമാണ്. പരിധിയുള്ള രചന, പരിധിയുള്ള ബ്രഹ്മാവ് രചിക്കുന്നു, പാലനയും ചെയ്യുന്നു. പിന്നെ പ്രളയം ഉണ്ടാക്കുന്നില്ല. സ്ത്രീയെ അഡോപ്റ്റ് ചെയ്യുന്നു. ബാബയും വന്ന് അഡോപ്റ്റ് ചെയ്യുന്നു. പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് കുട്ടികളെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ഇദ്ദേഹത്തിലൂടെ കുട്ടികളെ രചിക്കുന്നു. പിതാവുമാണ്, ഫാമിലിയുമാണ്. ഈ കാര്യങ്ങൾ വളരെ ഗുഹ്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ആരുടെയെങ്കിലും ബുദ്ധിയിലിരിക്കുന്നതും പ്രയാസമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഏറ്റവും ആദ്യം സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നത്. ശരീരത്തിൻ്റെ മേലാണ് ഭിന്ന ഭിന്ന പേരുകൾ വെക്കുന്നത്. നാമം, രൂപം, ഫീച്ചേഴ്സ് എല്ലാം വിഭിന്നമാണ്. ഒരാളുടെ ഫീച്ചേഴ്സ് പോലെ ആയിരിക്കില്ല മറ്റൊരാളുടേത്. ഓരോ ആത്മാവിനും ജന്മജന്മാന്തരങ്ങളിൽ തൻ്റെതായ ഫീച്ചേഴ്സ് ഉണ്ട്. തൻ്റെ ആക്ട് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതിനെ മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമ എന്ന് പറയുന്നു. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബാബയെ ഓർമ്മിച്ചുകൂടാ? ഇത് പ്രയത്നം ഉണ്ടാകേണ്ട കാര്യമാണ്. കുട്ടികളായി നിങ്ങൾ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുമ്പോൾ മായയുടെ കൊടുങ്കാറ്റ് വരുന്നു, യുദ്ധം നടക്കുന്നു. അതിൽ ഭയപ്പെടരുത്. മായ ഓരോ നിമിഷവും ഓർമ്മയെ ഇല്ലാതാക്കും. അങ്ങനെയുള്ള സങ്കല്പ വികല്പങ്ങൾ വരും. അത് തല കേടാക്കും. നിങ്ങൾ പ്രയത്നിക്കൂ. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ ലക്ഷ്മി നാരായണന്റെ കർമ്മേന്ദ്രിയങ്ങൾ എങ്ങനെ വശത്തായി എന്ന്. ഇവർ സമ്പൂർണ്ണ നിർവികാരിയായിരുന്നു. ഈ ശിക്ഷണം ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ഇത് ആകുന്നതിൻ്റെ ശിക്ഷണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരിൽ യാതൊരു വികാരങ്ങളുമില്ല. അവിടെ രാവണൻ രാജ്യം തന്നെയില്ല. പിന്നീടാണ് രാവണ രാജ്യം ഉണ്ടായിരിക്കുന്നത്. രാവണൻ എന്ത് വസ്തുവാണ്? ഇത് ആരും തന്നെ അറിയുന്നില്ല. ഡ്രാമ അനുസരിച്ച് ഇതും അടങ്ങിയിട്ടുണ്ട്. ഡ്രാമയുടെ ആദി, മധ്യ, അന്ത്യത്തെ അറിയുന്നില്ല. അതിനാലാണ് നീതി നീതി എന്ന് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്വർഗവാസി ആകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ സ്വർഗത്തിൻ്റെ അധികാരികളാണല്ലോ. ഇവർക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നവർ തമോ പ്രധാന കനിഷ്ഠ പുരുഷ് ആണ്, അതായത് താഴ്ന്നവരുമായ ആത്മാവാണ്. ബാബ പറയുന്നു, ആദ്യം ഒരു കാര്യം ഉറപ്പിക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. സർക്കാർ ജോലി 8 മണിക്കൂറിൻ്റെതായിരിക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ പരിധിയില്ലാത്ത സർക്കാരിൻ്റെ സഹായികളാണ്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ പുരുഷാർത്ഥം ചെയ്ത് ഓർമ്മയിൽ ഇരിക്കണം. നിങ്ങളുടെ ഈ അവസ്ഥ ഉറച്ചതാകും. ആരുടെയും ഓർമ്മ വരില്ല. ബാബയുടെ ഓർമ്മയിൽ തന്നെ ശരീരം ഉപേക്ഷിക്കും. പിന്നെ അവർ വിജയമാലയിലെ മണിയാകും. ഒരു രാജാവിന് എത്ര അധികം പ്രജകളാണ് ഉണ്ടായിരിക്കുന്നത്? ഇവിടെയും പ്രജകൾ തയ്യാറാകേണ്ടതുണ്ട്. വിജയമാലയിലെ മണികളായ നിങ്ങൾ പൂജയ്ക്ക് യോഗ്യരാകും. 16,108 മാലയുമുണ്ട്. ഒരു വലിയ ബോക്സിൽ കിടക്കുന്നു. 8 മാലയുമുണ്ട്, 108 അന്തിമത്തിൽ പിന്നെ 16,108 ഉണ്ടാകുന്നു. കുട്ടികളായ നിങ്ങൾ തന്നെയാണ് ബാബയിൽ നിന്നും രാജയോഗം പഠിച്ച് മുഴുവൻ വിശ്വത്തെയും സ്വർഗമാക്കിയത്. അതിനാൽ നിങ്ങളെ പൂജിക്കുന്നു. നിങ്ങൾ തന്നെ പൂജ്യരായിരുന്നു, പിന്നെ പൂജാരിയുമായി. ഈ ദാദ പറയുന്നു, ഞാൻ സ്വയം മാല തിരിച്ചിട്ടുണ്ട്. ലക്ഷ്മി നാരായണന്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ രുദ്രമാല ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾ ആദ്യം രുദ്രമാലയിലേതും പിന്നീട് റൂണ്ടുമാല, അതായത് വിഷ്ണുവിൻ്റെ മാലയിലേതും ആകുന്നു. ആദ്യ നമ്പറിലാണ് രുദ്രമാല. അതിൽ ശിവനുമുണ്ട്. റൂണ്ടുമാലയിൽ ശിവൻ എവിടെ നിന്ന് വന്നു? അത് വിഷ്ണുവിൻ്റെ മാലയാണ്. ഈ കാര്യങ്ങളും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, നമ്മൾ ശിവബാബയുടെ കഴുത്തിലെ മാലയാകുന്നു. ബ്രാഹ്മണരുടെ മാല ഉണ്ടാവുക സാധ്യമല്ല. ബ്രാഹ്മണരുടെ മാല ഉണ്ടായിരിക്കുന്നില്ല. നിങ്ങൾ എത്ര ഓർമ്മയിൽ ഇരിക്കുന്നുവോ,
പിന്നെ അവിടെയും സമീപത്ത് വന്ന് രാജ്യം ഭരിക്കും. ഈ പഠനം മറ്റൊരു സ്ഥലത്തും ലഭിക്കുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് സ്വർഗവാസിയാകും. മുഴുവൻ ഭാരതവും സ്വർഗവാസിയാകും. ഇൻ പെർട്ടിക്കുലർ ഭാരതം തന്നെയാണ് സ്വർഗമായിരുന്നത്. 5000 വർഷത്തിൻ്റെ കാര്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമാവുക സാധ്യമല്ല. ദേവതമാർ ഉണ്ടായിരുന്നിട്ട് 5000 വർഷമാണായത്. സ്വർഗത്തെ മനുഷ്യർ മറന്നുപോയി. അതിനാൽ വെറുതെ പറയുകയാണ്, അല്ലാതെ യാതൊന്നുമില്ല. ഇത്രയും പുരാതനമായ സംവത്സരങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. ഉള്ളത് സൂര്യവംശിയും ചന്ദ്രവംശിയുമാണ്. പിന്നെ മറ്റു ധർമ്മങ്ങളിലുള്ളവർ വരുന്നു. പഴയ വസ്തുക്കൾ എന്തുപയോഗത്തിൽ വരുവാനാണ്? എത്ര വിലയ്ക്ക് വാങ്ങുന്നു? പഴയ വസ്തുക്കൾക്ക് വളരെ വാല്യൂ ചെയ്യുന്നു. ഏറ്റവും വാല്യുബിൾ ശിവബാബയാണ്. എത്ര ശിവലിംഗങ്ങൾ ഉണ്ടാക്കുന്നു. ആത്മാവ് ഇത്രയും ചെറിയ ബിന്ദുവാണ്. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല. അതിസൂക്ഷ്മ രൂപമാണ്. ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ഇത്രയും ചെറിയ ബിന്ദുവിൽ ഇത്രയും പാർട്ട് അടങ്ങിയിരിക്കുന്നു. ഈ ഡ്രാമ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. ഇത് പ്രായലോപമാകുന്നു. അപ്പോൾ പിന്നെ ആർക്കെങ്കിലും സഹജ രാജയോഗം എങ്ങനെ പഠിപ്പിക്കുവാൻ സാധിക്കും? ഇതെല്ലാം ഭക്തി മാർഗത്തിന് വേണ്ടി ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ കുട്ടികൾ അറിയുന്നു, ബാബയിലൂടെ ബ്രാഹ്മണ, ദേവത, ക്ഷത്രിയ 3 ധർമ്മങ്ങളും സ്ഥാപനമായിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിലെ പുതിയ ലോകത്തിലേക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ആ പഠനം ഈ ജന്മത്തേക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ പ്രാപ്തി നിങ്ങൾക്ക് പുതിയ ലോകത്താണ് ലഭിക്കേണ്ടത്. ഈ പഠനം നടക്കുന്നത് സംഗമയുഗത്തിലാണ്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. മനുഷ്യനിൽ നിന്നും ദേവത തീർച്ചയായും സംഗമത്തിൽ ആയിട്ടുണ്ടാകും. ബാബ കുട്ടികൾക്ക് എല്ലാ രഹസ്യവും മനസ്സിലാക്കിച്ചു തരുന്നു. ഇതും ബാബ അറിയുന്നു. നിങ്ങൾക്ക് മുഴുവൻ ദിവസവും ഈ ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കില്ല. ഇമ്പോസിബിൾ ആണ്. അതിനാൽ ചാർട്ട് വയ്ക്കൂ, നോക്കൂ, നമുക്ക് എത്രത്തോളം ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കുന്നു. ദേഹത്തിന്റെ അഭിമാനം ഉണ്ടായിരിക്കുമെങ്കിൽ എങ്ങനെ ഓർമ്മ നിലനിൽക്കുക സാധ്യമാകും? പാപങ്ങളുടെ ഭാരം ശിരസിൽ വളരെ ഉണ്ട്. അതിനാൽ ബാബു പറയുന്നു, ഓർമ്മയിൽ ഇരിക്കൂ. ത്രിമൂർത്തിയുടെ ചിത്രം പോക്കറ്റിലിടൂ. പക്ഷേ നിങ്ങൾ ഓരോ നിമിഷവും മറന്നു പോകുന്നു. അൽഫിനെ ഓർമ്മിക്കുന്നതിലൂടെ ബേ തുടങ്ങിയ എല്ലാം ഓർമ്മ വരുന്നു. ബാഡ്ജ് സദാ അണിഞ്ഞിരിക്കണം. ലിറ്ററേച്ചറും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും നല്ല വ്യക്തികൾക്ക് അത് നൽകണം. നല്ല വ്യക്തികൾ ഒരിക്കലും സൗജന്യമായി വാങ്ങുകയില്ല. ഇതിൻ്റെ വില എത്രയാണ് എന്ന് ചോദിക്കും. പറയൂ, ഇത് ദരിദ്രർക്ക് സൗജന്യമായി നൽകുന്നു. ബാക്കി ആവശ്യമുള്ള അത്രയും നൽകാം. റോയൽറ്റി ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആചാര രീതികൾ ലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കണം. റോയൽ വ്യക്തികൾ സ്വയമേ എന്തെങ്കിലുമൊക്കെ നൽകും. ഇത് നമ്മൾ എല്ലാവർക്കും മംഗളത്തിനു വേണ്ടി നൽകുന്നു. ചിലർ വായിച്ച ശേഷം നിങ്ങൾക്ക് പൈസ അയച്ചു തരും. നിങ്ങളാണല്ലോ ചിലവഴിക്കുന്നത്. പറയൂ, നമ്മൾ നമ്മുടെ ശരീരം, മനസ്സ്, ധനം കൊണ്ട് ഭാരതത്തിൻ്റെ സേവനത്തിന് ചിലവഴിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ പരിധിയില്ലാത്ത സർക്കാരിനെ സഹായിക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞത് 8 മണിക്കൂർ ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയിൽ മായ ഏതൊരു വിഘ്നമാണോ ഇടുന്നത് അതിൽ ഭയപ്പെടരുത്. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഈശ്വരീയ സമ്പ്രദായത്തിലേതായി ഈശ്വരൻ്റെ മതമനുസരിച്ച് നടക്കണം. കർമ്മം ചെയ്യുമ്പോഴും ഒരു പാവയുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് അഭ്യസിക്കണം. വരദാനം: അന്തർമുഖതയുടെ ഗുഹയിൽ ഇരിക്കുന്ന ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹിയായി ഭവിക്കട്ടെ. പാണ്ഡവരെ ഗുഹകളിൽ കാണിക്കുന്നു.
അത് ഈ അന്തർമുഖതയുടെ ഗുഹകളാണ്. എത്രത്തോളം ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹീ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഗുഹയിൽ ഇരിക്കുന്നുവോ അത്രയും ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും ഉപരിയാകുന്നു. അന്തരീക്ഷത്തിൻ്റെ പ്രഭാവത്തിൽ വരുന്നില്ല. ഏതുപോലെ ഗുഹയ്ക്കുള്ളിൽ ഇരിക്കുന്നതിലൂടെ പുറമേയുള്ള അന്തരീക്ഷത്തിനും ഉപരിയാകുന്നു, അതേപോലെ ഈ അന്തർമുഖതയുടെ ഗുഹയും ഏറ്റവും വേറിട്ടതും ബാബയുടെ പ്രിയപ്പെട്ടവരും ആക്കി മാറ്റുന്നു. ആരാണോ ബാബയുടെ പ്രിയപ്പെട്ടവർ, അവർ സ്വതവേ സർവരിൽ നിന്നും വേറിട്ടവരാകുന്നു. സ്ലോഗൻ: സാധന ബീജമാണ്, സാധനങ്ങൾ അതിൻ്റെ വിസ്താരമാണ്. വിസ്താരത്തിൽ സാധന മറഞ്ഞു പോകാൻ അനുവദിക്കരുത്. അവ്യക്ത സൂചന: ആത്മീയ സ്ഥിതിയിൽ ഇരിക്കുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ, അന്തർമുഖിയാകൂ. അന്തർമുഖിയുടെ അടയാളമാണ് സദാ സാഗരത്തിൻ്റെ അടിത്തട്ടിൽ ലയിച്ചിരിക്കുന്ന ഗംഭീരമൂർത്തി. മുഖത്തിലൂടെ ആത്മീയ സ്ഥിതിയുടെ അടയാളം കാണപ്പെടും. ഒരു ഭാഗത്ത് മനന ചിന്തനം ചെയ്യുന്ന മുഖം, പിന്നെ രമണീയം, അതായത് പുഞ്ചിരിക്കുന്ന മുഖം. രണ്ട് ലക്ഷണങ്ങളും മുഖത്തിലൂടെ പ്രത്യക്ഷമാകും. അന്തർമുഖി സദാ ഹർഷിതമുഖരായി കാണപ്പെടും. കാരണം മായയുടെ എതിരിടൽ സമാപ്തമാകും. ഓം ശാന്തി. മനസ്സ സേവനത്തിൻ്റെ അഭ്യാസം. പരമധാമത്തിൽ സർവശക്തിവാനായ ബാബയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതി ശക്തിശാലിയാകും. ഞാൻ മാസ്റ്റർ സർവശക്തിവാനാണ്. പരമധാമത്തിൽ ഈ ഉയർന്ന സ്ഥിതിയിലിരുന്ന് വിശ്വത്തിലേക്ക് ലൈറ്റും മൈറ്റും വ്യാപിപ്പിക്കുകയാണ്. പല പല സമസ്യകളുടെ ബന്ധനത്തിൽ, അവയുടെ വിഘ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളെ എനിക്ക് സമസ്യകളിൽ നിന്നും വിഘ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടതുണ്ട്. ആ ആത്മാക്കൾക്ക് സഹയോഗം നൽകുന്നതിനു വേണ്ടി ഞാൻ എൻ്റെ അന്തർവാഹക ശരീരത്തിലൂടെ വിശ്വത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. എന്നിൽ നിന്നും പ്രവഹിക്കുന്ന ഈശ്വരീയ ശക്തി ആ ആത്മാക്കളെ പതിക്കട്ടെ. അവരുടെ സമസ്യകൾ പരിഹരിക്കപ്പെടട്ടെ. ഈ ശുഭഭാവനയോടെ, ശുഭകാമനയോടെ, ശുദ്ധ വൈബ്രേഷൻ അവരിലെ വ്യർത്ഥവും ദുർബലവുമായ സങ്കല്പങ്ങളെ പരിവർത്തനപ്പെടുത്തട്ടെ. ഈ ശുദ്ധ വൈബ്രേഷൻ അവരിൽ പതിക്കുമ്പോൾ അവർക്ക് ശ്രേഷ്ഠ ആത്മാവാകണമെന്നുള്ള ഒരു അലൗകിക
പ്രേരണ അവരുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വരികയാണ്. ഈ അലൗകിക ഈശ്വരീയ ശക്തി ആ ആത്മാക്കളിൽ നിറയുമ്പോൾ അവർ പ്രസന്ന ചിത്തരായി മാറുന്നു.